പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നാടിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായി വളർന്നു വന്ന ഒരു വിദ്യാലയം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചൂടും ചൂരും ആവാഹിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ദൗത്യങ്ങളിലൊന്നായ സാമൂഹിക പരിഷ്കരണം എന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി ഒരു പറ്റം ത്യാഗിവര്യന്മാർ ജന്മം നൽകിയ വിദ്യാലയം ഇന്ന് പടർന്നു പന്തലിച്ച് 5ാം തരം മുതൽ 12ാം തരം വരെ കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാലയമായി ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരുടെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അതുല്യനായ നേതാവ്, ആദർശ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവ് CK ഗോവിന്ദൻ നായരാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ വിദ്യാലയം KT കുഞ്ഞിരാമൻ നായരെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നായകത്വം കൊണ്ട് ധന്യമായ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിവിധ മേഖലകളിലായി തലയെടുപ്പോടെ നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വരും തലമുറയെ ഉത്തമ പൗരന്മാരായി മാറ്റിയെടുക്കാനുള്ള പ്രയാണത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയ മുത്തശ്ശിയുടെ 2020-21 വർഷത്തിലെ സാമൂഹിക ശാസ്ത്ര ക്ലബ് ഉദ്ഘാടന പരിപാടിയിലേക്ക് നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തേജശ്രീ. ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനത്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൊറോണ ഒരു മഹാമാരിയെ പോലെ ലോകം കീഴടക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയും സയൻസിന്റെയും മുന്നേറ്റവും ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസ് സൈനികരുടെയും ജാഗ്രത നമ്മെ കൊറോണ വൈറസിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു ക്ലബ്ബ് നിർമ്മിക്കാനും അതിൽ അംഗമാവാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അറിവ് എന്നത് പുസ്തകത്തിൽ നിന്നും വായനയിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിൽ നിന്നും ഇത്തരം ക്ലബ്ബുകളിൽ നിന്നും നമുക്ക് അറിവ് നേടാൻ കഴിയും. ആയതിനാൽ ഈ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നമ്മെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശൻ മാസ്റ്ററാണ്. അധ്യക്ഷം വഹിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ്. മുഖ്യ അതിഥിയെ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ചരിത്രകാരൻ ഹരീന്ദ്രനാഥ് സാറാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കാൻ പ്രിയപ്പെട്ട ക്ലബ് സ്പോൺസർ കൂടിയായ പ്രകാശൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ദുരിതങ്ങളും നിയന്ത്രണങ്ങളും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും ഒട്ടേറെ വിടവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഇന്റർനെറ്റിന്റെയും ഈ യുഗത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പേരാമ്പ്ര HSSലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളിൽ സാമൂഹ്യ ബോധവും സഹജീവി സ്നേഹവും വളർത്തുന്നതിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതോടൊപ്പം തുടർ പ്രവർത്തനങ്ങളുടെ വിശാല ലോകം അത് തുറന്നിടുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ക്ലബ്ബുകളിലൊന്നാണ് നമ്മുടേത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ ചരിത്രകാരനായ P. ഹരീന്ദ്രനാഥാണ്. ഇരുളും വെളിച്ചവും എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രസ് തങ്കമ്മ മാത്യു ആണ്. ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ. ബഹുമാനപ്പെട്ട സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടകൻ ശ്രീ P. ഹരീന്ദ്രനാഥ് സാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഈ വർഷത്തെ ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഓൺലൈനായി നടത്തുകയാണല്ലോ. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനവും ഇന്നു മുതൽ നാം ആരംഭിക്കുകയാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലേക്കും ഭൂമിയുടെ ശാസ്ത്രത്തിലേക്കും ആരെയും അതിശയിപ്പിക്കുന്ന സവിശേഷതകളിലേക്കും നമ്മളെ ഓരോരുത്തരെയും എന്നും കൂട്ടിക്കൊണ്ടുപോകുന്ന വിഷയമാണല്ലോ സാമൂഹിക ശാസ്ത്രം. ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ വിജ്ഞാനവും കൗതുകവും നിറഞ്ഞ മേഖലകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ജനാധിപത്യ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി സ്നേഹവും നിറഞ്ഞ ഉത്തമ പൗരന്മാരായി നിങ്ങളെ വളർത്താൻ ഈ ക്ലബിന് സാധിക്കുമെന്നത് തീർച്ചയാണ്. നിങ്ങളെ സഹായിക്കാൻ സോഷ്യൽ സയൻസിലെ എല്ലാ അധ്യാപകരും എന്നും നിങ്ങളോടൊപ്പമുണ്ട്.
ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാനത്തെ വികസിപ്പിക്കുകയും കഴിവുകളെ മികവുറ്റതാക്കി തീർക്കുകയും ചെയ്യുക. ഈ ക്ലബിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ചരിത്രകാരനും ഇരുളും വെളിച്ചവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ ശ്രീ പി ഹരീന്ദ്രനാഥ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സാറിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അഭിമാനകരമാണ്. ഏറെ സ്നേഹത്തോടെ ഈ ക്ലബ് ഉദ്ഘാടനത്തിനായി സാദരം സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തട്ടെ. കോവിഡ് രോഗവ്യാപനം സൃഷ്ടിച്ച സവിശേഷമായ ജീവിത സാഹചര്യം ഇന്ന് വിദ്യാഭ്യാസ പ്രക്രിയയെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. പുതിയ സാഹചര്യങ്ങളെ ദൈക്ഷണികവും സർഗാത്മകവുമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നതാണ് ഇന്ന് ഓരോ വിദ്യാലയവും നേരിടുന്ന വെല്ലുവിളി. നിലനിൽക്കുന്ന അനിശ്ചിതത്വവും സങ്കീർണതയും പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതുവരെ നിഷ്ക്രിയരായി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് മൗലികവും വ്യതിരിക്തവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ പ്രക്രിയയെ അർത്ഥവത്താക്കി മാറ്റി മുന്നോട്ട് നയിക്കുകയാണ്. ആരോഗ്യകരവും കാലിക പ്രസക്തവുമായ പരീക്ഷണങ്ങളിലൂടെ പഠന പ്രവർത്തനങ്ങളെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഇത്തരമൊരു ലക്ഷ്യം സഫലീകരിക്കാനുള്ള വിദ്യാർത്ഥികളിൽ മാനവികവും ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ മൂല്യബോധം വളർത്തിയെടുക്കാനുള്ള കൂട്ടായ്മയായി നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാമൂഹ്യശാസ്ത്രം എന്ന വൈജ്ഞാനിക മേഖല പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിത പഠനങ്ങളാണ്. സമൂഹശാസ്ത്രത്തിന്റെ വൈവിധ്യവും വൈപുല്യവും അതിശയകരമാണ്. പഠന സൗകര്യാർത്ഥം ഇത് പല ശാഖോപശാഖകളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, തത്വശാസ്ത്രം, വിദ്യാഭ്യാസം, മതം, ഭാഷ, കല, സാഹിത്യം തുടങ്ങി ഒട്ടേറെ വൈജ്ഞാനിക മേഖലകൾ ഉൾപ്പെടുന്നതാണ് സാമൂഹ്യശാസ്ത്രം. നമുക്ക് ഏറെ പരിചിതമായ രണ്ട് പദങ്ങളാണ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ്. മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിയും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന മനുഷ്യ ജീവിതവുമാണ് സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളുടെ കേന്ദ്രബിന്ദു. മുതലാളിത്ത സമൂഹത്തിന്റെ ആവിർഭാവത്തോടെ ആർത്തിയിൽ നിന്ന് ലാഭവും ലാഭത്തിൽ നിന്ന് അത്യാർത്തിയും നേടുക എന്ന മനോഭാവം ശക്തി പ്രാപിച്ചു. ഇതോടൊപ്പം ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ മേധാവിത്വം നേടുകയും സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്തു. സാമൂഹ്യശാസ്ത്ര പഠനത്തെ അവഗണിക്കുന്ന ഒരു സമൂഹം രോഗഗ്രസ്തമാണെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. നമ്മുടെ നാട്ടിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന തെറ്റായ ഒരു പ്രവണതയാണ് എൻട്രൻസ് പരീക്ഷാ വിഭ്രാത്മകത. ഈ പ്രവണതയുടെ ഏറ്റവും ദുഃഖകരമായ ഒരു വശം മിടുമിടുക്കന്മാരായ കുട്ടികളിൽ ചുരുങ്ങിയ ശതമാനം ഒഴിച്ച് ബഹുഭൂരിപക്ഷവും എൻട്രൻസ് എന്ന ബലിക്കല്ലിൽ ഹോമിക്കപ്പെടുന്നു എന്നതാണ്. എൻട്രൻസ് കടമ്പ കടക്കുന്നവരും തഴയപ്പെടുന്നവരും പലപ്പോഴും തങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത മേഖലകളിൽ എത്തിച്ചേർന്ന് ദുരന്തപാത്രങ്ങളായി മാറുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ അവഗണിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും തന്നെയാണ്. ഇതിനൊപ്പം തന്നെ പ്രാധാന്യം ഉള്ളതാണ് മാനവിക വിഷയങ്ങളും എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തൊഴിൽ മേഖലകളിലും പൊതുവിജ്ഞാന സമ്പത്തും ഉയർന്ന സാമൂഹ്യ ബോധവുമുള്ള കുട്ടികൾ കടന്നു വരേണ്ടതുണ്ട്. പുതിയ ലോക സാഹചര്യങ്ങൾ എഞ്ചിനീയർമാരുടെയും വളരെ മുമ്പ് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളിലൊന്നാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ്. സാമൂഹിക ശാസ്ത്രമേള ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളായി സോഷ്യൽ സയൻസ് മേളയിൽ നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന് ഏറ്റെടുക്കാൻ കഴിയും. ദിനാചരണങ്ങൾ
കടന്നു വരുമ്പോൾ അതിൽ മുഖ്യമായ പങ്ക് നിർവഹിക്കാനുള്ളത് സാമൂഹ്യശാസ്ത്ര ക്ലബിനാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യങ്ങളോടും പ്രതികരിക്കാനും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനും ഒക്കെ ചെയ്യാൻ കഴിയുക സാമൂഹ്യശാസ്ത്ര ക്ലബിനാണ്. ആ ഒരർത്ഥത്തിൽ ക്ലബുകളുടെ കൂട്ടത്തിൽ ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പരിമിതികൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയേ കഴിയൂ. ആ ഒരർത്ഥത്തിലാണ് അല്പം വൈകിയാണെങ്കിൽ പോലും സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ കുട്ടികളാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഭാവനാപൂർണമായ പദ്ധതികളിലൂടെ ഇതിനെ മുന്നോട്ട് നയിക്കേണ്ടുന്നത്. ഞങ്ങളുടെ ശക്തമായ പിന്തുണ, അധ്യാപകരുടെ ശക്തമായ പിന്തുണ ഈ കാര്യത്തിലുണ്ടാകും. നമുക്ക് മാതൃകാപരമായ ക്ലബ്ബ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. എല്ലാവിധ ആശംസകളും ഇന്ന് രൂപീകൃതമാകുന്ന സോഷ്യൽ സയൻസ് ക്ലബിന് അധ്യാപകരുടെ പ്രതിനിധി എന്ന നിലയിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സ്നേഹം നിറഞ്ഞ സാമൂഹ്യ ശാസ്ത്ര ക്ലബിലെ അംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, നമ്മുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് പ്രമുഖ ചരിത്ര ഗ്രന്ഥകാരനായ ശ്രീ പി ഹരീന്ദ്രനാഥൻ മാസ്റ്റർ ഓൺലൈനിലൂടെ നിർവഹിക്കുകയാണ്. മാറിവരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ ശാസ്ത്രത്തിനുള്ള പ്രസക്തിയെപ്പറ്റി നാം എല്ലാവരും വളരെയധികം അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ന് മാനവ വിഷയത്തിൽ താല്പര്യം കാണിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം ധാരാളമാണ്. ഇത് നമ്മെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ സന്തോഷവേളയിൽ ഈ ഉദ്യമത്തിന് കണ്ടും കേട്ടും സാക്ഷ്യം വഹിക്കുന്നവരായ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അതോടൊപ്പം ക്ലബിൻ്റെ ഭാവി പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാകണം എന്നുകൂടി ആഗ്രഹിക്കുന്നു. നമസ്കാരം. 2020-2021 അധ്യയന വർഷത്തിൽ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നാം വൈവിധ്യമാർന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. വിജയിക്കുവാൻ സാമൂഹ്യ പഠനങ്ങളെ കുറിച്ച് അറിവ് ആവശ്യമാണ്. പരസ്പരാശ്രിത ലോകത്ത് സാംസ്കാരികമായ വൈവിധ്യമാർന്ന ജനാധിപത്യ സമൂഹത്തിലെ പൗരന്മാർ എന്ന നിലയിൽ പൊതു നന്മയെയും അറിവുകളും യുക്തിസഹമായ തീരുമാനങ്ങളും എടുക്കാൻ നമുക്ക് ഈ ക്ലബിലൂടെ സാധിക്കട്ടെ. വിദ്യാർത്ഥികളിൽ സാമൂഹ്യശാസ്ത്ര അവബോധം വളർത്തിയെടുക്കുന്നതിനും സാമൂഹ്യശാസ്ത്ര വിജ്ഞാന വർധനയോടൊപ്പം അന്വേഷണത്വനയും ഗവേഷണ ബുദ്ധിയും വളർത്തിയെടുക്കുക. പഠനത്തിലൂടെ ആർജിച്ച അറിവുകൾ തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ പ്രയോഗിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയാവട്ടെ ഈ ക്ലബ്. അതുപോലെ നമ്മുടെ ഈ ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രകാശൻ സർ, അധ്യക്ഷത വഹിച്ച ഹെഡ് മിനിസ്റ്റർ തങ്കമ്മ മാത്യു, ഉദ്ഘാടകനായ പ്രശസ്ത ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ്, അതുപോലെ ആശംസകൾ അർപ്പിച്ച വിവിധ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും എന്റെ വ്യക്തിപരമായും നന്ദി അർപ്പിക്കുന്നു.